നമസ്കാരം. ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അമേരിക്കയിൽ ഇസ്രയേൽ അനുകൂല റാലിക്ക് നേരെ ഭീകരാക്രമണം നടത്തിയ വാർത്ത ഇന്ന് പുറത്തു വന്നത്. പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അനധികൃത കുടിയേറ്റക്കാരനാണ് പ്രതിയെന്ന വിവരമാണ് വ്യക്തമാകുന്നത്. മുഹമ്മദ് സാബ്രി സോളിമാൻ എന്ന ഈജിപ്തുകാരനാണ് സമാധാനപരമായി നടന്ന ജാഥയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. 45-കാരനായ ഇയാൾക്ക് ഈജിപ്ത് പൗരത്വമുണ്ടെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 2022-ലാണ് ഇയാൾ അമേരിക്കയിലെത്തുന്നത്. ഇയാൾ ഒരു അനധികൃത കുടിയേറ്റക്കാരനാണെന്നും ഇയാളുടെ വിസയുടെ കാലാവധി 2023 ഫെബ്രുവരിയിൽ അവസാനിച്ചതായും വിവരമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2 വർഷത്തോളം ഇയാൾ അനധികൃതമായി അമേരിക്കയിൽ കഴിഞ്ഞിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. നേരത്തെ കാലിഫോർണിയയിൽ താമസിച്ചിരുന്ന സോളിമാൻ ഈയിടെയാണ് കൊളറാഡോയിലേക്ക് എത്തിയത്. ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. ബോൾസർ നഗരത്തിൽ റാലിയിൽ പങ്കെടുത്തവർക്ക് നേരെയാണ് ഇന്ധനം നിറച്ച കുപ്പി ഇയാൾ എറിഞ്ഞത്. ഫ്രീ പലസ്തീൻ മുദ്രാവാക്യം വിളിച്ചായിരുന്നു അക്രമി എത്തിയതെന്നാണ് വിവിധ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇയാളുടേത് ഭീകരാക്രമണ ലക്ഷ്യമായിരുന്നുവെന്ന് FBI സ്ഥിരീകരിച്ചിട്ടുണ്ട്. FBI ഡയറക്ടർ ക്യാഷ് പട്ടേലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമെന്ന വിവരവുമാണ് പുറത്തുവരുന്നത്. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിനിടയിലായിരുന്നു ആക്രമണം. ആക്രമണത്തിന് പിന്നാലെ പ്രദേശം പോലീസ് ഒഴിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. സംഭവത്തിന് പിന്നിൽ നിലവിൽ ഇയാൾ മാത്രമാണ് ഉള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് ജൂതരുടെ വിശുദ്ധവാരം സംബന്ധിച്ച ചടങ്ങുകൾ വിവിധ ദേവാലയങ്ങളിൽ ആരംഭിച്ചത്. അമേരിക്കയിലെ ജൂത സമൂഹം രാജ്യത്തുടനീളം വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളിൽ വിവിധ സിനഗോഗുകളിൽ സുരക്ഷ ശക്തമാക്കാൻ അമേരിക്കൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സംശയകരമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ അക്കാര്യം അടിയന്തരമായി പോലീസിനെ അറിയിക്കണമെന്നതാണ് ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയിൽ ഇത്തരത്തിൽ നടക്കുന്ന രണ്ടാമത്തെ ആക്രമണം കൂടിയാണിത്. കഴിഞ്ഞ മാസം 21-ന് തലസ്ഥാനമായ വാഷിംഗ്ടണിലെ ജൂത മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നവർക്ക് നേരെ ഒരാൾ വെടിവെപ്പ് നടത്തിയിരുന്നു. ഇസ്രായേൽ എംബസിയിലെ 2 ജീവനക്കാർ അന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇവരുടെ വിവാഹം ഈ ആഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നതുമായിരുന്നു. സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഏലിയാസ് റോഡ്രിഗസ് എന്ന വ്യക്തിയും ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം പലതവണ വിളിച്ചിരുന്നു. 2 സംഭവങ്ങളെക്കുറിച്ചും FBI അന്വേഷണം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ സർക്കാർ പുറത്തുവിടാൻ തയ്യാറായിട്ടുമില്ല. കൊളറാഡോയിലെ ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ ഭൂരിപക്ഷം പേരും 60 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ്. 67-നും 88-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവരെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. തികച്ചും സമാധാനപരമായി നടന്ന ഇസ്രായേൽ അനുകൂല പ്രകടനത്തിന് നേരെയായിരുന്നു ഇയാൾ ദ്രാവകം നിറച്ച കുപ്പിയുമായി എത്തിയത്. ജൂതന്മാരെ ലക്ഷ്യം വെച്ചുള്ള ഭയാനകമായ ഭീകരാക്രമണം എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി സംഭവത്തെ വിശേഷിപ്പിച്ചത്. ഇതോടെ വിഷയത്തിന് അന്താരാഷ്ട്ര മാനങ്ങളും കൈവന്നു. ഷർട്ട് ധരിക്കാതെ അർദ്ധനഗ്നനായിട്ടായിരുന്നു ഇയാൾ ആക്രമണത്തിനെത്തിയത്. യഹൂദരെ അവസാനിപ്പിക്കുക, അവർ ഭീകരരാണ് എന്ന മുദ്രാവാക്യവും ഇയാൾ വിളിച്ചിരുന്നു. എത്ര കുട്ടികളെയാണ് നിങ്ങൾ കൊന്നതെന്നും ഇയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അക്രമി ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ വീഡിയോ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്തെത്തുമ്പോൾ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിരുന്നതായി പോലീസ് വെളിപ്പെടുത്തി. പൊള്ളലേറ്റവരും അല്ലാതെ പരിക്കേറ്റവരും കൂട്ടത്തിലുണ്ടായിരുന്നു. എളുപ്പത്തിൽ ഉടയുന്ന കുപ്പി പോലുള്ള കണ്ടെയ്നറുകളിൽ ദേഹത്ത് വീണാൽ തീ പിടിക്കുന്ന തരം ദ്രാവകങ്ങൾ നിറച്ച് അതിലൊരു തിരിയും ഘടിപ്പിക്കുന്ന ആയുധമാണ് മറ്റ് പല പേരുകൾക്കുമൊപ്പം മോളോട്ടോവ് കോക്ടെയിൽ എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന തിരിയിൽ തീ കൊളുത്തി അത് ആളുകൾക്ക് മേൽ വലിച്ചെറിയും. കുപ്പിക്കകത്തേക്ക് ദ്രാവകത്തിന് തീ പിടിക്കും. കുപ്പി പൊട്ടിത്തെറിച്ച് ആളുകൾക്ക് പൊള്ളലും പരിക്കുമേൽക്കും. ഈ ആക്രമണ രീതിയാണ് ഇവിടെ ഇയാൾ ഉപയോഗിച്ചത്. മുഹമ്മദ് സാബ്രിക്ക് പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിരുന്നു എന്നും അന്വേഷിക്കുന്നുണ്ട്.